ഒരു വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് തീക്ഷ്ണമായ ധൈര്യവും ആത്മവിശ്വാസവുമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ റഷ്യയെയും ചൈനയെയും പോലെ വലിയ വിസ്തൃതിയോ സമ്പത്തോ സൈന്യത്തിൻ്റെ പിൻബലമോ ഇല്ലാത്ത ഒരു കൊച്ചു ദ്വീപിൽ അമേരിക്കയുടെ മൂക്കിന് തുമ്പിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ രാജ്യത്തെ വിപ്ലവത്തിലൂടെ മോചിപ്പിച്ചു എന്നതാണ്. വലിയ പണക്കാരുടെ പാരഡൈസായി കണക്കാക്കപ്പെട്ടിരുന്ന, അമേരിക്കക്കാരുടെ വിനോദ കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ക്യൂബ എന്ന് പറയുന്ന കൊച്ചു ദ്വീപിനെ സാധാരണ തൊഴിലാളികളുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും നാടാക്കി മാറ്റുകയായിരുന്നു സഖാവ് ഫിദൽ കാസ്ട്രോ. എല്ലാ വിപ്ലവങ്ങൾക്കും അതിൻ്റെ നേതാക്കൾക്കും എത്രമാത്രം ധൈര്യമുണ്ടോ അത്രമാത്രം വിപ്ലവം മുന്നോട്ട് പോകും. ഇതുതന്നെയായിരുന്നു ക്യൂബൻ വിപ്ലവത്തിൻ്റെ അവസ്ഥയും. ക്യൂബൻ വിപ്ലവത്തിന് മറ്റെന്തിനേക്കാളും വലിയ കാര്യം, മറ്റെന്തിനേക്കാളും വലിയ ധൈര്യമുണ്ടായിരുന്നു അതിൻ്റെ നേതാക്കൾക്കും ജനതക്കും എന്നുള്ളതായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ റഷ്യൻ ചൈനീസ് വിപ്ലവങ്ങൾ നടന്നത് വൻ ഭൂഖണ്ഡങ്ങൾ പോലെ പരന്നു കിടക്കുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിഭവങ്ങളുമുള്ള രാജ്യങ്ങളിലാണ് എന്നതാണ്. റഷ്യയും ചൈനയും സ്വന്തമായി വലിയ സാമ്രാജ്യങ്ങളായിരുന്നു. എന്നാൽ ക്യൂബ അമേരിക്കയുടെ തീരത്ത് നിന്ന് വെറും 90 മൈൽ മാത്രം അകലെയുള്ള ഒരു കൊച്ചു ദ്വീപായിരുന്നു. നൂറ്റാണ്ടുകളോളം സ്പാനിഷ് അടിമത്വത്തിലും പിന്നീട് അമേരിക്കൻ ഏകാധിപതികളുടെ ചൂഷണത്തിലുമെല്ലാം കഴിഞ്ഞ ഒരു കരിമ്പ് കൃഷിയുടെ നാടായിരുന്നു ക്യൂബ എന്ന് പറയുന്നത്. പണക്കാരായ അമേരിക്കൻ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വാതുവെപ്പ് കേന്ദ്രങ്ങളും വേശ്യാലയങ്ങളുമെല്ലാം നടത്തിയിരുന്ന വൻകിട മുതലാളിമാരുടെ കളിക്കളമായിരുന്നു ഹവാന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നാട്ടിലാണ് ഫിദൽ കാസ്ട്രോ വിപ്ലവത്തിൻ്റെ വിത്തുവാകിയത്.